എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കോട്ടയം ജില്ലയിൽ വാഴൂരിനടുത്താണ്. ബഹുമാനപ്പെട്ട കെ സുരേഷ് സാറിൻ്റെ ഭവനത്തിലാണ്. സുരേഷ് സാറിനെ കുറിച്ച് പറയുമ്പോൾ CSDS എന്ന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ചെയർമാനായി പ്രവർത്തിക്കുന്നു. ഏതാണ്ട് വളരെ ദീർഘവർഷങ്ങളായി ഈ സംഘടനയുടെ അമരക്കാരനായി പ്രവർത്തിക്കുകയാണ്. കേരളത്തിൽ വലിയ വ്യത്യാസം, വലിയ മാറ്റം ഈ ദളിത് സമൂഹത്തിൻ്റെ ഇടയിൽ കൊണ്ടുവരുവാൻ ബഹുമാനപ്പെട്ട കെ സുരേഷ് സാറിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ഈ CSDS എന്ന സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാനിവിടെ കടന്നു വരാനായിട്ടുള്ളൊരു പ്രധാന ഉദ്ദേശം, ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്താണ് CSDSൻ്റെ നിലപാടുകൾ, എന്താണ് കഴിഞ്ഞ കാലത്തെ സർക്കാരുകൾ ഏത് രീതിയിലാണ് ഈ CSDSനോടും അതോടൊപ്പം തന്നെ ദളിത് സമൂഹത്തോടും ഇടപെട്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. സാറേ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി അനുവദിച്ചതിൽ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. സാറേ, എങ്ങനെ പോകുന്നു CSDSൻ്റെ പ്രവർത്തനങ്ങൾ? കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ദളിത് മുന്നേറ്റ പ്രസ്ഥാനമാണ് CSDS. രൂപീകൃതമായതിനു ശേഷം പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രബല സമുദായങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസ, സാമ്പത്തിക പുരോഗതിക്കും അവരുടെ നന്മയ്ക്കും അവരുടെ സംരക്ഷണത്തിനുമായി രൂപീകരിച്ച് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CSDS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചേരമ സാംബവ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. എത്ര അംഗങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജനസംഖ്യാ കണക്ക് ഏകദേശം ഒന്ന് പറയാനായിട്ട് സാധിക്കുമോ? കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളിലെയും കൺവെർട്ടഡ് ക്രിസ്ത്യൻ, ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഇടയിലാണ് ഈ സംഘടന കൂടുതലായി പ്രവർത്തിക്കുന്നത്. എന്നാൽ പൊതുവായ വിഷയങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളുടെയും പ്രശ്നങ്ങളിൽ ഒരേപോലെ ഇടപെടാൻ ഈ സംഘടനയ്ക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 1000-ഓളം കേന്ദ്രങ്ങളിൽ കുടുംബയോഗങ്ങൾ രൂപീകരിച്ചുകൊണ്ടാണ് സംഘടനാ പ്രവർത്തനം നടക്കുന്നത്. സാമൂഹിക രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് സമുദായ അംഗങ്ങളുടെ പുരോഗതിക്കും നന്മയ്ക്കും അവരെ സഹായിക്കുന്നതിനൊക്കെ ഉള്ള പ്രവർത്തനങ്ങളാണ് CSDS നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങൾ, അനീതികൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങളിൽ CSDS വളരെ മുൻപന്തിയിലാണ്. രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളല്ല CSDSൽ പ്രവർത്തകരും നേതാക്കളും എന്നുള്ളതാണ് ഈ സംഘടനയുടെ മാത്രം ഒരു പ്രത്യേകത. സാറേ, ഈ അടുത്ത നാളുകളിൽ UDFുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് കേൾക്കുവാനായിട്ടിടയായി തീർന്നു. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 9 വർഷത്തോളം ഇടതുപക്ഷ പ്രസ്ഥാനവുമായി യോജിച്ച് നിൽക്കുകയായിരുന്നു CSDS എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം? ഈ 9 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൽ ഈ ദളിത് സമൂഹത്തിന് എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് UDFിലേക്ക് പോകുന്നത്? ഇല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? CSDS UDFിൽ പോവുകയോ LDFിൽ പോവുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ചില പ്രശ്നാധിഷ്ഠിതമായ പിന്തുണകൾ മാത്രമാണ് നൽകി വരുന്നത്. അങ്ങനെ മുൻകാലങ്ങളിൽ LDFിന് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ചില മേഖലകളിൽ UDFിന് അനുകൂലമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. വ്യക്തമായ ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. കഴിഞ്ഞ 9.5 വർഷം കേരളം തുടർ ഭരണത്തിലാണ്. ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലൂടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ ദളിത് സമൂഹം ഈ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ള ആകാംക്ഷയോടും കാത്തിരിപ്പായിരുന്നു. പക്ഷേ 9.5 വർഷത്തെ ഭരണത്തിനൊടുവിൽ ഈ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് വിവിധ തരത്തിലുള്ള കഴിഞ്ഞ 9.5 വർഷത്തെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലെ മുഖ്യമായും നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക രംഗത്ത് ഈ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഈ സമുദായത്തിൻ്റെ സംവരണ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തുമതം സ്വീകരിച്ച ദളിത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ
സംവരണത്തിന് പുറത്താണ്. 1% ദളിത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സംവരണമുള്ളത്. അത് പരിവർത്തിത ക്രൈസ്തവർക്കാണ് മൊത്തത്തിൽ കിട്ടുന്നത്. 3 പ്രബലമായ സമുദായങ്ങളാണ് 1% സംവരണം പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകമായൊരു സംവരണമെങ്കിലും കേരളത്തിൽ അനുവദിക്കണമെന്നുള്ള നിരന്തരമായി ഗവൺമെൻറ് മുമ്പിലുള്ള ആവശ്യങ്ങൾക്കും സമരങ്ങൾക്കും യാതൊരു ചെവിയും ഈ ഗവൺമെൻറ് കൊടുത്തില്ല. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ കണ്ടു. ഗവൺമെൻറ്റിൽ പല ദിവസങ്ങളിൽ, പല മാസങ്ങളിൽ, സന്ദർഭങ്ങളിൽ ഞങ്ങൾ നേരിട്ടെത്തി നിവേദനങ്ങൾ സമർപ്പിച്ചതാണ്. പക്ഷെ നിയമസഭയിലോ ക്യാബിനറ്റിൽ വെച്ചോ ഈ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സംവരണം കേന്ദ്ര മാനദണ്ഡമാണ്. പക്ഷേ കേരളത്തിൽ ചില പദ്ധതികൾ നടപ്പിലാക്കി ഈ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് സംവരണ വിഷയം കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുകയാണ് രാജ്യത്ത് ആദ്യമായി പ്രഖ്യാപിച്ച സാമ്പത്തിക സംവരണം, അതായത് മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കർ എന്ന ഓമന പേരിട്ട് നടപ്പിലാക്കിയ സവർണ സംവരണം എന്നാണ് അതിനെ ഞങ്ങൾ കാണുന്നത്. ആ സംവരണം EWS കേരളത്തിൽ 10% നടപ്പിലാക്കി. ഇന്ത്യയിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ആ EWS രാജ്യത്ത് ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. അത് സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ഞങ്ങൾ എതിരില്ല. മുന്നോക്കാരിലും പിന്നോക്കക്കാരായ പാവപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മറിച്ച് അവർക്ക് 10% സംവരണം കൊടുക്കുക എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ തീരുമാനമാണ്. ആ ഭരണഘടനാ വിരുദ്ധമായ തീരുമാനം രാജ്യത്ത് ആദ്യം നടപ്പിലാക്കിയത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. ആ സമയത്താണ് 1% സംവരണം പങ്കിടുന്ന പ്രബലമായ ഏതാണ്ട് 25 ലക്ഷത്തിൽ അധികം വരുന്ന ദളിത് ക്രൈസ്തവർക്ക് സംവരണം കൊടുക്കാനുള്ള ശ്രമത്തിൽ ഗവൺമെൻറ് അശ്രദ്ധ കാണിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ഒരു വിഷയങ്ങളും നിയമസഭയിലോ ക്യാബിനറ്റിൽ വെച്ചോ തീരുമാനമെടുക്കുവാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ കൂടുതൽ ഒരു തുടർഭരണം വന്നാൽ അപകടകരമാണ് എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഞങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്നതാണ്. മറ്റു നിരവധി വിഷയങ്ങളുണ്ട്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഇപ്പോൾ പട്ടിക വിഭാഗങ്ങൾക്ക് മന്ത്രിയില്ല. രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു നീതികേടാണ്. പ്രബലമായ പട്ടിക ജാതി വിഭാഗത്തിന് മന്ത്രിയില്ലാത്തൊരു കാലഘട്ടം ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ 518 കോടി രൂപ പട്ടിക വിഭാഗങ്ങളുടെ ഫണ്ട് ലാപ്സാക്കി. ആ ഫണ്ട് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് ലാപ്സാക്കുക മാത്രമല്ല, വക മാറ്റി ചെലവഴിച്ചു. അതോടൊപ്പം തന്നെയാണ് ഗ്രാൻഡ് നിർത്തലാക്കി. വിദേശ പഠനം നടത്തുന്ന കുട്ടികൾക്ക് 1500-ലധികം കുട്ടികളുണ്ട്. അവരുടെ പഠനത്തിനും അവരുടെ ആവശ്യങ്ങൾക്കുമായി അനുവദിച്ച ഗ്രാൻഡ് റദ്ദാക്കി എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ സംഭവം. ഇപ്പോൾ കുറേ ഈ അടുത്ത കാലത്ത് കുറേ കൊടുക്കാൻ തുടങ്ങിയെന്ന് പറയുന്നുമുണ്ട്. അതോടൊപ്പം പട്ടിക വിഭാഗങ്ങളുടെ ഇടയിൽ ക്രിമിനൽ ഏർപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഈ വിഭാഗം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ജാതി സെൻസസ് കേരളത്തിൽ ദേശീയ തലത്തിൽ നടപ്പിലാക്കണമെന്നുള്ളതാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടി യാതൊരു തടസ്സവുമില്ല. മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ജാതി സെൻസസ് നടപ്പിലാക്കാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെ എണ്ണമറ്റ നിരവധിയായ പ്രശ്നങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയത് എന്ന് പറയാൻ ഞങ്ങളെ നിർബന്ധിതമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ പട്ടിക വിഭാഗങ്ങൾക്കിടെ നടന്നിട്ടുള്ള നിരവധിയായ അക്രമങ്ങളും അനീതികളും രാഷ്ട്രീയ രംഗത്ത് തന്നെ തുടരുകയാണ്. ഇത് ഞങ്ങൾക്ക് ഒരു പുനർചിന്തനം, തുടർഭരണം വന്നാൽ അപകടകരമായ നിലയിലേക്ക് ദളിത് വിഭാഗങ്ങളെ ഇവർ മാറ്റും എന്നുള്ള ഒരാശങ്ക പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF നിന്നല്ല, ഒരു തുടർഭരണം അഭികാമ്യമല്ല. ജനാധിപത്യ പ്രക്രിയയിൽ മാറ്റങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർഭരണമേ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള നിലയിലാണ് ഞങ്ങൾ മറ്റൊരു ചർച്ചയിലേക്ക് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാറേ, ഇതിൻ്റെ അകത്ത് ഈ
തുടർച്ചയായ 2 പ്രാവശ്യത്തെ ഭരണം പിണറായി വിജയൻ സഖാവിൻ്റെ സർക്കാർ ഭരിച്ചു. പക്ഷേ ഇനി തുടർ ഭരണം ഇടതുപക്ഷത്തിന് ലഭിക്കുകയില്ല, കോൺഗ്രസ്സിനാണ് ലഭിക്കാനുള്ള സാധ്യത എന്ന് ആണ് പൊതുവെ ഒരു അവലോകനം വരുന്നത്. അങ്ങനെ ഇനി ഇടതുപക്ഷത്തിന് ഒരു ഭരണം ലഭിക്കുകയില്ല എന്ന് ബോധ്യം വന്നിട്ട് ആണോ UDFിലേക്ക് ചേക്കേറുന്നത്, അല്ലെങ്കിൽ UDFന് പരസ്യമായി പിന്തുണയില്ലെങ്കിലും രഹസ്യമായ ഒരു പിന്തുണ കൊടുക്കാനായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത് അത്തരത്തിലൊരു വിജയസാധ്യത കണ്ടുകൊണ്ടാണോ? ഒരിക്കലുമല്ല. തുടർഭരണത്തിൽ കേരളത്തിലെ പ്രബല സമുദായങ്ങൾ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷ മുന്നണിയെ തന്നെയാണ്. 10 വർഷം അധികാരത്തിലിരുന്നൊരു പാർട്ടി അവരുടെ പാർട്ടി സംവിധാനമനുസരിച്ച് ഉറപ്പായും UDFന് ഒരു തുടർഭരണം കിട്ടും എന്ന് വിവക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ ഒരു തുടർഭരണത്തിലേക്കാണ് സൂചനകൾ നൽകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളം സാക്ഷ്യപ്പെടുത്തിയത്. കാരണം ചില വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിച്ചിട്ട് യഥാർത്ഥത്തിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലല്ല, ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ പോലും അടിസ്ഥാന ജനവിഭാഗങ്ങൾ ആശങ്കയിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ 9.5 വർഷത്തെ ഭരണം കൊണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. ഇവിടെ ഭൂമിയുടെ വിഷയത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. ഭൂരഹിതരായ ആളുകൾക്ക് ഭൂമി ആവശ്യപ്പെട്ട് കേരളത്തിൽ സമരങ്ങൾ നടന്നു. അവർക്ക് ഭൂമി കൊടുത്തില്ല. അവർക്ക് കൊടുത്തത് ഫ്ലാറ്റുകളാണ്. 350ഉം 400ഉം സ്ക്വയർ ഫീറ്റുള്ള ഫ്ലാറ്റുകളിൽ ഈ സമുദായത്തെ മറ്റൊരു കോളനിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ഏറെ പ്രതിഷേധാർഹമായൊരു കാര്യമാണ്. ഒരു 5 ലക്ഷം വീട് കൊടുത്തു എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഈ ആളുകളുടെ സംസ്കാരത്തെ വീണ്ടും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. ഇവിടെ ഭൂമിക്ക് വേണ്ടിയാണ് പട്ടിക വിഭാഗങ്ങൾ സമരം നടത്തിയത്. പക്ഷേ അവർക്ക് ഭൂമിയല്ല കൊടുത്തത്, ഫ്ലാറ്റാണ് കൊടുത്തത്. അതുപോലെ പട്ടിക വിഭാഗങ്ങളുടെ ഇടയിൽ അവർക്ക് സാമൂഹ്യനീതി ലഭിക്കത്തക്ക അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പുതിയ പ്രൊജക്റ്റുകളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ UDFിൻ്റെ കാലഘട്ടത്തിൽ പാലക്കാട് പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ഉണ്ടായി. UDFിൻ്റെ കാലഘട്ടത്തിൽ ആണ് കേരളത്തിൽ ആദ്യമായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വിവിധ സംഘടനകൾക്ക് എയ്ഡഡ് കോളേജിന് അനുവദിച്ചത്. ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം കേരളത്തിൽ. 1957 EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ് പോലും കൊണ്ട് പരിശോധിച്ചാൽ ഈ ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, സംഘടനകൾക്ക് എയ്ഡഡ് കോളേജുകൾ കൊടുക്കുന്നത്, സ്ഥാപനങ്ങൾ കൊടുക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഈ ഗവൺമെൻറ് അങ്ങനെ 9.5 വർഷം കൊണ്ട് ഈ സമുദായങ്ങൾക്ക് യാതൊന്നും കൊടുത്തതായി കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് രണ്ടാം പിണറായി സർക്കാരിന് മുമ്പ് തന്നെ CSTSന് ഒരു എയ്ഡഡ് കോളേജ് അനുവദിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ എയ്ഡഡ് മേഖലയിലെ ഒരു കോളേജ് അനുവദിച്ചു. ഞങ്ങളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഗ്രിമെൻറ്റുകൾ MG യൂണിവേഴ്സിറ്റിയുമായി വെച്ചു. ഡയറക്റ്റ് പേയ്മെൻറ്റ് എഗ്രിമെൻ്റ് ഒപ്പിടേണ്ട സമയമായപ്പോഴാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ തിരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം CSTSന് അനുവദിച്ച, ഒരു സമൂഹത്തിന് അനുവദിച്ച ഡോക്ടർ BR അംബേദ്കറുടെ പേരിലുള്ള എയ്ഡഡ് കോളേജ് ഈ ഗവൺമെൻറ് യാതൊരു കാരണവും പറയാതെ ക്യാൻസലാക്കി. ഞങ്ങളെ വിളിച്ചന്വേഷിച്ചില്ല. എന്തുകൊണ്ട്, എന്താണ്, നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടോ, നിങ്ങൾക്കതിനുള്ള സ്ഥലമുണ്ടോ, ഇതൊന്നും ഞങ്ങളോട് ചോദിച്ചില്ല. ഞങ്ങൾ യൂണിവേഴ്സിറ്റി പണം അടച്ചിട്ടുണ്ട്, ഇപ്പോഴും അതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ കോളേജ് റദ്ദാക്കി എന്ന് മാത്രമല്ല, അന്നത്തെ ഗവൺമെൻറ് 10 ലക്ഷം രൂപ ക്യാബിനറ്റ് വെച്ച് പാസ്സാക്കി CSTSൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിരുന്നു. അതും ഈ ഗവൺമെൻറ് അനുവദിച്ചു തന്നില്ല. കോളേജ് അനുവദിച്ചു തന്നില്ല, ഗ്രാൻഡ് അനുവദിച്ചു തന്നില്ല. അതോടൊപ്പം പിന്നീട് CSTSൻ്റെ ശക്തമായ വളർച്ചയിൽ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഈ CPMൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഗൂഢാലോചനകൾ നടന്നു. നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഞങ്ങളെ നിരവധിയായ കള്ളക്കേസുകളിൽ കുടുക്കി. ഇപ്പോൾ CSTSന് കോളേജ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു അക്കൗണ്ടിന് വേണ്ടി പണം സമാഹരിച്ചു. പണം വെളിയിൽ നിന്നൊന്നും പിരിച്ചില്ല.
കുടുംബയോഗങ്ങളിലുള്ള ആളുകളോടാണ് പണം മേടിച്ചത്. ആ പണം ചെലവഴിച്ച പണത്തിന് ശേഷമുണ്ടായിരുന്ന പണം ഈ പ്രസ്ഥാനത്ത് തന്നെയുള്ള ഒരാളെ കരുവാക്കിക്കൊണ്ട്, ഈ പ്രസ്ഥാനത്ത് തന്നെയുള്ള ചില ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പാർട്ടിയുമായി ഒത്തുകളിച്ചത്. ഈ ഫണ്ട് ലാപ്സാക്കിയിട്ട് 5 വർഷമായി. 52 ലക്ഷം രൂപ ലാപ്സാക്കി, നല്ല കോടതി മുഖാന്തരം ഒരു FIR ഇട്ട് കേസെടുത്തിട്ട് എന്നെ 1-ാം പ്രതിയാക്കിയിട്ട് ഞങ്ങളുടെ 52 ലക്ഷം രൂപ ഇന്ന് ഫ്രീസ് ചെയ്ത് മരവിപ്പിച്ചിരിക്കുക. ക്രൈംബ്രാഞ്ച് എക്കണോമിക്കൽ വിങ്ങിനെ കൊണ്ട് അന്വേഷണം നടത്തി, ഭയങ്കര അഴിമതി നടത്തി, നേതാക്കന്മാരെല്ലാം കാറ് മേടിക്കുന്നു, വീട് വെക്കുന്നു എന്നുള്ള പ്രചരണം നടത്തി. ഈ സംഘടന രൂപീകരിച്ചപ്പോൾ ഒരു 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 ചെറുപ്പക്കാരൻ്റെ കൊല ചെയ്യപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തിയെന്ന് പ്രചരണം നടത്തി. പല സ്ഥലങ്ങളിൽ ഞങ്ങൾക്കെതിരെ മീറ്റിങ്ങുകൾ വെച്ച് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടി കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിച്ച ഒരു സംഘടനയാണ്, ഒരു പ്രസ്ഥാനമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. എന്നിട്ടും ഗവൺമെൻറ് ചില കാര്യങ്ങളോട് യോജിച്ച് ഞങ്ങൾ നിന്നിട്ടുമുണ്ട്. കേരള നവോത്ഥാന സമിതിയിലൊക്കെ ഞങ്ങൾ അംഗങ്ങളായിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പല യോഗങ്ങളിലും ക്ഷണിതാവായിട്ട് പോയിട്ടുണ്ട്. പട്ടികജാതി വികസന കമ്മിറ്റിയുടെ അംഗമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിൽ ഗവൺമെൻറ് അമ്പെ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തമായ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് വരികയാണ്. കേരളത്തിലെ 20 നിയമസഭാ മണ്ഡലങ്ങളിൽ CSDS ശക്തമായ വേരോട്ടമുണ്ട്. ഇവിടെ മുന്നണികളിലുള്ള പല കക്ഷികളെക്കാൾ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സംഘടനയാണ് CSDS. ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാരും CSDSിലില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ LDFനെ സഹായിക്കാൻ തീരുമാനിച്ചാൽ LDFനെ സഹായിക്കും, UDFനെ സഹായിക്കാൻ തീരുമാനിച്ചാൽ UDFനെ സഹായിക്കും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും അതിന് നേതൃത്വത്തിയിരിക്കുന്നവരും ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ സംഘടന രൂപീകരിച്ച സമയം മുതൽ ഞങ്ങൾ നിർബന്ധമായും നിഷ്കർഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ CSDSിലുള്ള ഒറ്റ നേതാക്കളും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയെ പിടിച്ച് അന്ധമായി രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ പോകുന്നവരില്ല. ചിലപ്പോൾ വോട്ട് ചെയ്തേക്കാർക്കെങ്കിലും ഒക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ നിലപാടാണ് എടുക്കുന്നത്. കേരളത്തിൽ നിരവധി മണ്ഡലങ്ങളിൽ CSDSന് ഇന്ന് 2 മുന്നണികളിലുമുള്ള ചില രാഷ്ട്രീയ പാർട്ടിക്കാരേക്കാൾ, അവരുടെ അംഗങ്ങളെക്കാൾ കൂടുതൽ അണികളും പ്രവർത്തകരും ഉള്ള സംഘടനയാണ് CSDS. അതുകൊണ്ട് ചില മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങളെ നിയന്ത്രിക്കുന്നതിൽ CSDS നിർണായകമായ പങ്ക് വഹിക്കുകയും ഈ തുടർഭരണം കേരളത്തിൽ നടപ്പാകുന്നതിന് വിരാമം കുറിക്കുകയും ചെയ്യുന്നതിൽ ഒരു പങ്ക് CSDS വഹിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, അതായത് പിണറായി വിജയൻ സഖാവിൻ്റെ ഗവൺമെൻറ്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ദളിത് സമൂഹത്തിന് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സാറ് പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് കഴിഞ്ഞ 9 വർഷമായി ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം ദളിത് സമൂഹത്തെ വഞ്ചിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, അവർക്ക് അർഹതപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്തില്ല. CSDSൻ്റെ ആളുകളെ ബോധപൂർവം പല കേസുകളിലും കുടുക്കി അവർ പല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈ സാറിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നല്ലൊരു വിഭാഗം ആളുകളും ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ തന്നെയാണ്. അതിൻ്റെ നേതൃസ്ഥാനത്തൊക്കെ ഇരിക്കുന്നവരും ആ ഒരു ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ്. സാറേ, ഈ കഴിഞ്ഞ ദിവസം സാറിൻ്റെ ഒരു വാർത്ത ഞാൻ കണ്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വന്നപ്പോൾ CSDSൻ്റെ പ്രവർത്തകർ ഏതാണ്ട് 1000-കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും മാലയിടുകയും, അതുമാത്രമല്ല വലിയ സ്നേഹപ്രകടനങ്ങളാണ് അവിടെ കാണാനായിട്ട് ഇടുന്നത്. ഞാൻ ഈ വാർത്തയിൽ കണ്ടതാണ്. അപ്പോൾ അത് ഇടതുപക്ഷത്തിലുള്ള ആളുകൾ ഈ സംഭവം മനസ്സിലാക്കിയിട്ടില്ലേ? അവർക്ക് അതിനെക്കുറിച്ച് അവരെന്താണ് ഒരു പ്രതികരണം തന്നത്? അപ്പോൾ CSDSൻ്റെ ആളുകൾ UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചാരണമൊക്കെ പരന്നു. അതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൽ നിന്ന്
പ്രമുഖരായ നേതാക്കന്മാരാരെങ്കിലും ബന്ധപ്പെട്ടോ അതോ മുഖ്യമന്ത്രി മുതൽ താഴെയുള്ള മന്ത്രിമാരാരെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ള ഒരു നിലവാരത്തിലേക്കുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ അന്വേഷണമോ വല്ലതും ഉണ്ടായോ? കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ധാരണ അല്ല അവരുടെ ഒരു നിലനിന്ന് വരുന്ന ഒരു സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രബലമായ ചില സമുദായങ്ങളെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. ഒരു തെരഞ്ഞെടുപ്പായാൽ മന്ത്രിമാർ പോകുന്നത്, രാഷ്ട്രീയ നേതാക്കന്മാർ പോകുന്നത് പ്രബലമായ സംഘടനകളിലാണ്. യഥാർത്ഥ ദളിത് സംഘടന ആളുകളും അർത്ഥവുമുള്ള ദളിത് സംഘടനാ നേതാക്കന്മാരെ അത്ര കാര്യമായി കാണാത്തൊരു കാലഘട്ടമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് എങ്കിൽ CSTSൻ്റെ വരവോടുകൂടി അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിങ്ങനെ ഒരു ചില കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനെതിരായ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നിർബന്ധിതമായത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. 100 കണക്കിന് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഗവൺമെൻറ് തെറ്റായ നിലപാടുകളെ സംബന്ധിച്ച് 100 കണക്കിന് കാര്യങ്ങൾ ഞങ്ങൾക്ക് പൊതുവിൽ പറയാനുണ്ട്. ഇപ്പം ആരും ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ് വിലക്കയറ്റം. രൂക്ഷമായ വിലക്കയറ്റമാണ് കേരളത്തിൽ. 1 കിലോ അരിയുടെ വില 60 രൂപയാണ്. 500 രൂപ വെളിച്ചെണ്ണയ്ക്ക് വന്നു. കേരളം ചർച്ച ചെയ്യപ്പെട്ടു. അപ്പം മറ്റു ചില വിഷയങ്ങളിൽ തട്ടിയത് സ്വർണ്ണക്കൊള്ളയും മറ്റ് പ്രശ്നങ്ങളുമായി അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോവുക. ഇവിടെ 2 ലക്ഷത്തിലധികം താൽക്കാലിക നിയമനങ്ങൾ നടന്നു എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു, നടന്നെങ്കിൽ നടക്കട്ടെ. പക്ഷേ അതിൽ ഈ പട്ടിക വിഭാഗങ്ങൾക്കും ദളിത് ക്രൈസ്തവർക്കും ഈ ഗവൺമെൻറ് മതിയായ പ്രാധാന്യം കൊടുത്തു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഈ വിഭാഗത്തിൽപ്പെട്ട എത്ര ആളുകളെ അവർ നിയമിച്ചു? അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഈ വിഭാഗങ്ങൾ കൂടുതലായി ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ലെന്നല്ല, ആളുകളുണ്ട്. അന്ധമായ ചില ആളുകളൊക്കെ അതിൻ്റെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗവൺമെൻറ് 2 പ്രാവശ്യം അധികാരത്തിൽ വന്നിട്ട് ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നമുക്കൊന്ന് പരിശോധിക്കാം. പട്ടിക വിഭാഗത്തിൽപ്പെട്ട എത്ര ആളുകളുണ്ട്? ദളിത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട എത്ര ആളുകളുണ്ട്? അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 21 മന്ത്രിമാരിൽ നമ്മൾ അറിയേണ്ടത് 10 മന്ത്രിമാർ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. മറ്റാർക്കും വേണ്ടെന്നാണോ എൻ്റെ അർത്ഥം? ഇത് ഒരു 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 ഗൂഢാലോചനയാണ്. കാരണം ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ചില സമുദായത്തിന് പ്രാധാന്യം വേണമെന്ന് ആഗ്രഹിക്കുക. പക്ഷേ ഇത് ഇടതുപക്ഷത്തിൽ നിന്ന് അങ്ങനെ വരിക എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഇവിടെ പറഞ്ഞു വന്നത് ദളിത് വിഭാഗങ്ങൾ ഒരു കാലഘട്ടത്തിൽ 90% ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിച്ച ആളുകളാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് പ്രവർത്തിച്ചത്. ഈ പാർട്ടിയുടെ കേരളത്തിലെ സ്ഥാപക നേതാവെന്ന് പറയുന്നത് സഖാവ് KV പത്രോസ് ആയിരുന്നു, കുന്തക്കാരൻ പത്രോസ്. പുന്നപ്രവലാർ സമരകാലത്ത് വാരിക്കുന്തവുമായി ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ നിറതോക്കിന് മുമ്പിൽ വിരുമാറ് കാട്ടി ഐതിഹാസികമായ സമരം നയിച്ച KV പത്രോസിനെ മറന്നുപോയ രാഷ്ട്രീയ പാർട്ടിയാണ് CPM കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ സ്ഥാനത്ത് കൃഷ്ണപിള്ളയാണ് വന്നത് സ്ഥാപക നേതാവായിട്ട്. ആ KV പത്രോസിൻ്റെ അവസ്ഥയാണെന്ന് ദളിതരായ മുഴുവൻ ആളുകൾക്കും. KV പത്രോസിനെ കേരളം ഓർക്കുന്നേ ഇല്ല. അവരുടെ ഒരു പാർട്ടി ഓഫീസിലും KV പത്രോസിൻ്റെ പടമില്ല. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ഒരു സംഘടനയാണ് CSTS. ആ പാർട്ടിയിലുണ്ടായിരുന്ന ദളിത് വിഭാഗങ്ങൾ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കുകയാണ്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ എത്ര പേരുണ്ട് എന്ന് പരിശോധിച്ചില്ല, അതുമില്ല. ബ്രാഞ്ച് കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ ഒക്കെ ഒരു കമ്മിറ്റി മെമ്പറെന്നുള്ളതല്ലാതെ ഔദ്യോഗികമായി കിട്ടേണ്ട സ്ഥാനങ്ങളിലൊന്നും ഈ വിഭാഗത്തിന് പരിഗണന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ സംസ്ഥാന ഗവൺമെൻറ് തന്നെ വന്നതിന് ശേഷം പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൊടുത്തിരുന്നു രാധാകൃഷ്ണൻ മിനിസ്റ്റർക്ക്, ഒരു നല്ല മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒരേ സമയം പട്ടികജാതിക്കാരുടെ വകുപ്പും ദേവസ്വം ബോർഡിൻ്റെ വകുപ്പും കൊടുത്തു. ഇത് രണ്ടും കൂടെ എങ്ങനെ ചേരുമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആ വകുപ്പ് മന്ത്രിക്ക് കേരളത്തിലുണ്ടായ ജാതി പീഡനം എന്ന് പറയുന്നത് ഈ കേരളത്തിലാവും, UP യിലല്ല. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ദളിതരും ആദിവാസികളും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നതാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൽ ഒരു മന്ത്രിക്കുണ്ടായ അനുഭവം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചടങ്ങിൽ ദീപം തെളിയിക്കാൻ
മന്ത്രി തയ്യാറാകുമ്പോൾ അവിടെ തന്ത്രി ദീപം തെളിക്കുകയും ആ ദീപം തെളിച്ചതിന് ശേഷം ഇപ്പോൾ മന്ത്രി വിചാരിച്ചത് ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് അടുത്ത ദീപം തെളിയിക്കാനുള്ള അവസരം എനിക്ക് കിട്ടും എന്ന പ്രതീക്ഷയിരിക്കുമ്പോൾ ദീപം തെളിച്ച തന്ത്രി ഈ ദീപം കൈമാറിയത് സഹതന്ത്രിക്കാണ്. അദ്ദേഹം അടുത്ത ദീപം തെളിച്ചതിന് ശേഷം ഈ വിളക്ക് താഴേക്ക് വെക്കുകയാണ്. ആലോചിച്ച് നോക്കുക, അന്നേരം ആ മന്ത്രിക്ക് പിടികിട്ടിയത് കേരളത്തിൽ ജാതിയും മതമൊക്കെ ഉണ്ടെന്ന്. അതിൻ്റെ ഫലം എന്താണ് സംഭവിച്ചത്? ചില കാര്യങ്ങൾ പ്രതികരണം നടത്തിയപ്പോൾ മന്ത്രി കോട്ടയത്ത് വന്നപ്പോൾ ഒരു പട്ടികജാതി സംഘടനയുടെ പരിപാടിക്ക് വന്നപ്പോൾ മന്ത്രിക്കുണ്ടായ അനുഭവം പറഞ്ഞു. കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ആ മന്ത്രിയെ തന്നെ കേരളത്തിൽ നിന്ന് മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് പാർലമെൻറ്റിലോട്ട് അയക്കുകയും ഇപ്പോൾ പട്ടികജാതി വിഭാഗങ്ങൾക്ക് മന്ത്രിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. കേരളത്തിൽ ഈ പാർട്ടി ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പാർട്ടി തന്നെ പരിഗണിക്കുന്നില്ല. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ദളിത് വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും അകലം പാലിക്കുന്നുണ്ട്. ഇപ്പോൾ സംവരണ സീറ്റുകളിൽ മാത്രമാണ് ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിർത്തുന്നത്. നമ്മൾ അറിയേണ്ടത് ദളിത് ക്രൈസ്തവരായ 25 ലക്ഷത്തോളം ആളുകൾ കേരളത്തിലുണ്ട്. അവരുടെ പ്രതിനിധിയായി 1970 കാലഘട്ടത്തിൽ ഒരു പി ചാക്കോ MLA ആയി കല്ലൂപ്പാറ നിയോജക മണ്ഡലത്തിൽ നിന്നും. അതിനുശേഷം ആ വിഭാഗത്തിൽ നിന്നൊരു MLA കേരളത്തിലില്ല. അവർക്കൊരു സീറ്റ് കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. മാത്രമല്ല ജനറൽ സീറ്റുകളിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മത്സരിപ്പിക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഈ രണ്ട് മുന്നണിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത. അങ്ങനെ മത്സരിച്ചവർ തോറ്റിട്ടുമുണ്ട്. അതുകൊണ്ട് വേണ്ട പരിഗണനകൾ രാഷ്ട്രീയ പാർട്ടിയിൽ ലഭിച്ചിട്ടില്ല. ഗവൺമെൻറ്റിൽ നിന്നും നീതി ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് കേരളത്തെ പ്രബലമായ ഒരു സമുദായ സംഘടന ഈ തെരഞ്ഞെടുപ്പിൽ, അത് ഞങ്ങൾ കോൺഗ്രസിലേക്ക് ചേരുന്നു എന്നതിനർത്ഥമില്ല, അല്ലെങ്കിൽ സതീശന് സ്വീകരണം കൊടുത്തു എന്നത് കോൺഗ്രസ്സിൽ ചേരുന്നു എന്നതിനർത്ഥമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ CSTSൻ്റെ വ്യക്തമായ നിലപാടാണ് തുടർ ഭരണം അനുവദിക്കത്തില്ല എന്നുള്ളത്. ആ ഒരു പശ്ചാത്തലത്താണ് കോട്ടയത്ത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ കൺവെൻഷൻ നടക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് കോട്ടയം മാമൻ മാപ്പിള ഹാൾ നിറഞ്ഞ് കവിഞ്ഞ ഒരു വലിയ ഒരു മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൽ വെച്ച് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനത്തിൻ്റെ ഭാഗമായി കോട്ടയം നഗരത്തിൽ ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തിയാണ് ഞങ്ങൾ പൊതുവെ യാത്രയ്ക്ക് VD സതീശന് ഞങ്ങൾ സ്വീകരണം കൊടുക്കാൻ നിർബന്ധിതമായത്. ആ സ്വീകരണ സമയത്ത് തന്നെ ഞങ്ങൾ ചില ഡിമാൻഡുകൾ UDFന് മുമ്പിലേക്ക്, പ്രതിപക്ഷ നേതാവ് VD സതീശന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡുകളിൽ പ്രധാനപ്പെട്ടത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഈ ദളിത് ക്രൈസ്തവരുടെ വിഷയത്തിൽ തീരുമാനമുണ്ടാകും. അതുകൊണ്ട് എയ്ഡഡ് മേഖലയിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ട പരിഗണന കൊടുക്കണം ഉൾപ്പെടെ നിരവധിയായ ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച് അത് പരിഗണിക്കാം എന്നുള്ള ഒരു വാക്കാലുള്ള ചർച്ച ഉണ്ടായിട്ടുണ്ട്. നിരുപാധികമായി ഞങ്ങൾ ആ നിലയിലുള്ള VD സതീശൻ്റെ വാക്കുകളെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം അദ്ദേഹം കേരളത്തിൽ നടത്തിയിട്ടുള്ള നിരന്തരമായ ഇടപെടലുകൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം എന്ന് വിശേഷിപ്പിക്കാവുന്നത് മുഖ്യമന്ത്രിയല്ല, VD സതീശൻ തന്നെയാണ്. നിലപാടുകളിൽ വ്യത്യസ്തത കാണാം. പക്ഷേ കേരളത്തിൻ്റെ 9 വർഷത്തെ ഭരണത്തിൽ റോഡ് നന്നാക്കി, പാലം നന്നാക്കി എന്ന് പറയുന്നു ഉണ്ടെങ്കിൽ അതുമാത്രമല്ല രാജ്യത്തെ വികസനം. രാജ്യത്തിൻ്റെ വികസനം അടിസ്ഥാന ജനവിഭാഗമായ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ പ്രതിസന്ധിയിൽ നിന്നും അവരെ കരകയറ്റുകയും അവരെ സാമൂഹ്യരംഗത്ത് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നൊരു ഗവൺമെൻറ് വരുമ്പോഴാണ് ഈ ജനവിഭാഗത്തിൻ്റെ പ്രതീക്ഷകൾ കുറച്ചെങ്കിലും പൂവണിയാൻ കഴിയുന്നത്. ഭരണഘടനാപരമായി കിട്ടുന്ന ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്, പട്ടികജാതിക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ ഗവൺമെൻറ് ചില പ്രബലമായ സമുദായത്തെ അമിതമായി സഹായിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും, വോട്ടിന് വേണ്ടി നേടിയെടുക്കുന്നതിനും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഒട്ടനവധി ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് കൊണ്ടുവന്ന വിഴിഞ്ഞം സീപോർട്ട്
അല്ലെങ്കിൽ ഏതെങ്കിലും എയർപോർട്ട് അത് വന്നതുകൊണ്ട് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാകുന്നത്? അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അവർക്ക് പ്രാതിനിധ്യമുള്ള മന്ത്രിമാരും എം എൽ എമാരും ഉണ്ടാകണം. ഇപ്പോൾ തന്നെ സംവരണ സീറ്റിൽ ജയിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർ നിയമസഭയിൽ ചെന്ന് പട്ടികജാതിക്കാരുടെ യാതൊരു പ്രശ്നങ്ങളും പറയുന്നില്ല. ഈ കേരളത്തിൽ നടന്നിട്ടുള്ള പട്ടികജാതി പീഡനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ള നടന്നിട്ടുള്ള വടക്കേണ്ടി പോലും ലജ്ജിപ്പിക്കുന്ന ജാതിപരമായ വിവേചനങ്ങൾ അവിടെ നടന്നത്. ഒന്ന്, അട്ടപ്പാടി മധുവിൻ്റെ വിഷയം കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അതിൽ പ്രതികൾ ആരാണെന്നുള്ളതല്ല, വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഒരു പിടി അരി മോഷിച്ചതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന കേരളം. വാളയാർ സംഭവം നമുക്കറിയാം. വാദിയെ പ്രതിയാക്കിയ പോലീസ്, ആ കേസ് അന്വേഷണം അട്ടിമറിച്ച DYSPക്ക് സ്ഥാനക്കയറ്റം കൊടുത്ത ഗവൺമെൻറ്. ഇവിടെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ഓട്ടോറിക്ഷക്കാരി റോഡിൽ പെർമിറ്റുള്ള വണ്ടി ഓടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. ഇവിടെ കോട്ടയത്ത് തന്നെ MG യൂണിവേഴ്സിറ്റിയിൽ സ്വന്തം സഹപ്രവർത്തിയോട് ഒരു യുവജന വിദ്യാർത്ഥി നേതാവ് പറഞ്ഞത്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയോട് പറഞ്ഞത്, അച്ഛനില്ലാത്ത മക്കളെ നിനക്കുണ്ടാക്കി തരുമെന്നാണ്. ഒരു പാർട്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അതിന് പ്രൊമോഷനാണ് കൊടുത്തത്. പാർട്ടി പ്രൊമോഷൻ കൊടുത്തു. ഇതാണ് ഈ ഗവൺമെൻറ് നയങ്ങൾ. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളും 14 ജില്ലകളിലും ദളിത് വിഭാഗങ്ങൾക്കെതിരെ നിരന്തരമായ മോശമായ സമീപനങ്ങളാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ പട്ടികജാതി ഉദ്യോഗസ്ഥന്മാരെ, ആ ഉദ്യോഗസ്ഥന്മാരുടെ വിഷയത്തിലും ഇവരുണ്ട് കളിച്ചു. ഇടുക്കിയിലൊരു എം എൽ എ ഉണ്ട്, മന്ത്രി റോഷി അഗസ്റ്റിൻ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ഓഫീസർ യാതൊരു കാരണവുമില്ലാതെ അദ്ദേഹത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ആക്ഷേപിച്ച് അദ്ദേഹത്തെ അവധിയെടുപ്പിച്ച് പിന്നീട് ഒരു കേസുമില്ലാത്ത മനുഷ്യനെ തിരിച്ചെടുക്കാൻ തയ്യാറാകുന്നില്ല. ഉദ്യോഗസ്ഥ മേഖലയിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഈ ഗവൺമെൻറ് അവഗണിച്ചു. ഈ രണ്ടാമത്തെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പോലും ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചീഫ് സെക്രട്ടറിയെ നിയമിക്കാനായിട്ട് ഇവർ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പോലീസ് തലപ്പത്തും ഉദ്യോഗഭരണത്തിൻ്റെ മുഴുവൻ തലപ്പത്തും ചില ആളുകളെ അവർ പ്രതീക്ഷിക്കുക. ഇവിടെ വീട് പണിയാനായിട്ട് കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. ഇവിടെ ഓരോ പാർട്ടിയിൽ നിന്ന് വരുന്ന ആളുകളെ, ഇപ്പോൾ KV തോമസ് കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് വന്നു. അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് അയച്ചിരിക്കുക കേരളത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി. എന്ത് കാര്യമാണ് അദ്ദേഹം ഇപ്പം പറഞ്ഞിട്ടുള്ളത്? 2.5 ലക്ഷം രൂപ ശമ്പളം, എല്ലാ സൗകര്യങ്ങളും അടക്കം ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ കൊടുക്കുക. ഇവിടെ നമ്മുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ നിയമനങ്ങൾ നടത്തിയത് പാർട്ടി നിയമനങ്ങളാണ്. ആ പാർട്ടി നിയമനങ്ങളിൽ പട്ടികജാതിക്കാർക്ക് ഇവർ പരിഗണന കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഇവരുടെ ഏതെങ്കിലും സ്റ്റാഫിൽ നിയമിച്ചിട്ടുണ്ടോ? ഒരു താൽക്കാലിക നിയമനങ്ങൾ ഒരുപാട് നടത്തിയെന്നാണ് പറയുന്നത്, ഒരുപാട് വികസനങ്ങൾ നടത്തിയെന്ന് പറയുന്നു. ഈ ഭാഗത്തിൽപ്പെട്ട ആളുകളെ എങ്ങനെ പരിഗണിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അങ്ങനെ പരിശോധിക്കുമ്പോൾ മുൻ ഗവൺമെൻറ്, അതായത് മുമ്പിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിരവധി കോളേജുകൾ, നിരവധി സ്ഥാപനങ്ങൾ, നിരവധി ആനുകൂല്യങ്ങൾ ഈ സമുദായത്തിൻ്റെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും വിസ്മരിക്കാൻ കഴിയില്ല. ഇവിടെ വീട് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ പെൻഷൻ വർദ്ധിപ്പിച്ചത് കൊണ്ടോ മാത്രം, പെൻഷൻ വർദ്ധിപ്പിക്കേണ്ടതാണ്, നല്ല കാര്യമാണ്, അതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പെൻഷൻ എല്ലാ വീടുകളിലും 5,000 രൂപ വെച്ച് കൊടുക്കണമെന്നുള്ള എൻ്റെ അഭിപ്രായം. കേരളത്തിൻ്റെ ഇന്നത്തെ കടക്കണി 6 ലക്ഷം കോടി രൂപയിൽ കേരളം കടത്തിൽ മുങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. 6 ലക്ഷം കോടി രൂപ കേരളത്തിൻ്റെ ഖജനാവിൽ കാലിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്ന ധൂർത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക് വീട് പണിയാൻ വേണ്ടി കൊടുക്കുന്ന 4 ലക്ഷം രൂപ. അതിന് വലിയ മാനദണ്ഡങ്ങൾ അവർ പറയുന്നത്. അവിടെയാണ് ഈ അടുത്ത കാലത്ത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദമുണ്ടായ സമയത്ത് ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് നിന്നൊരു സംഘടന കൂടിയാണ് CSTS. ആ സമയത്ത് അത് അനിവാര്യമായിരുന്നാണ് ഞങ്ങളുടെ വിചാരം. നവോത്ഥാന മതിലുമൊക്കെ നിർമ്മിക്കുന്നതിലൊക്കെ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഞങ്ങൾ.
ശബരിമലയിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് നേതൃത്വത്തിൽ ഒരു അയ്യപ്പ സംഗമം നടത്തുകയാണ്. നമ്മൾ അറിയേണ്ടത് അയ്യപ്പ സംഗമത്തിന് 10 കോടി രൂപയുടെ ചിലവാണ്. 10 കോടി രൂപ. ഇവിടെ കൺവെർട്ടഡ് ക്രിസ്ത്യൻ കോർപ്പറേഷന് ഗവൺമെൻറ് ഒരു വർഷത്തേന് അനുവദിച്ചത്, ബഡ്ജറ്റ് അനുവദിച്ചത് 11 കോടി രൂപ മാത്രം. ഒരു സംഗമത്തിന് അനുവദിച്ചത് 10 കോടി രൂപ. അപ്പോൾ ഇത് ചില ആളുകളെ സഹായിക്കാൻ വേണ്ടി നടത്തുന്ന ഗവൺമെൻറ് ദൂർത്ത് ഒരു ബസ് മേടിച്ച്, ആ ബസ് ഇപ്പോൾ മ്യൂസിയത്തിൽ ഇരിപ്പണമെന്നാണ് അറിയുന്നത്, കേരളം മുഴുവൻ സഞ്ചരിച്ച് സ്കൂളിൻ്റെ മതിലുമെല്ലാം ഇടിച്ചു കളഞ്ഞു. എന്ത് നേട്ടം ഉണ്ടായതുകൊണ്ട് ആർക്കാ എന്ത് പ്രയോജനം ഉണ്ടായി? ഈ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തായി വരുന്ന വഴിയിൽ മുഴുവൻ. മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുള്ള നിരവധി യോഗങ്ങളിൽ ഞാൻ പങ്കെടുത്ത് നേരിട്ട് കേരളത്തിലെ ഈ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ, പട്ടികജാതിക്കാരും ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ദളിത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ സംവരണ വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്നുള്ള ഞങ്ങളുടെ നിരന്തരമായ ആവശ്യത്തിൻ്റെ മുമ്പിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തൊരു ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും പിണറായി വിജയൻ സർക്കാരും. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ദളിത് വിരുദ്ധ മുഖമാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. അതിൽ അന്ധമായി രാഷ്ട്രീയ പാർട്ടികൾ ദളിത് വിരുദ്ധ മുഖം കാണാനുള്ള സാധ്യതയില്ല. അവർ അന്ധമായി വോട്ട് കുത്താനും അന്ധമായി ചില കാര്യങ്ങൾ ചിന്തിക്കാനുമുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹാരം ഉണ്ടാക്കാനും കഴിയാത്തൊരു ഗവൺമെൻറ്റായിരുന്നു കേരളത്തിൽ 9.5 വർഷം ഭരിച്ചത് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർ ഭരണം. ഞങ്ങൾ കോൺഗ്രസ്സിലേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനമല്ല, ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അടിമത്തം സ്വീകരിക്കുന്ന ആളുകളുമല്ല. നിലപാടുകളുള്ള ഒരു സംഘടനയാണ്. മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും 1000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിയുന്ന സംഘടനയാണ്. കേരളത്തിൽ 24 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ശക്തമായ വേരോട്ടമുണ്ട് എന്നാണ് ഞങ്ങൾ നടത്തിയ സർവേയിലുള്ളത്. അത് ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടായിരിക്കണം UDF നേതൃത്വം ഞങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചു. തീർച്ചയായിട്ടും അവരുമായി സഹകരിച്ച് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം നടപ്പിലാകുമ്പോൾ ഈ ജനവിഭാഗങ്ങളെ മറന്നാൽ അതിൻ്റെ പ്രത്യാഘാത അവർക്കും വളരെ ഗുരുതരമായി മാറും. അതുകൊണ്ട് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി CSTS കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടയത്ത് VD സതീശ് ഞങ്ങൾ ഊഷ്മളമായൊരു സ്വീകരണം കൊടുത്തു. 1000-കണക്കിന് ആളുകളെ അണിനിരത്തി പ്രകടനത്തോടു കൂടിയാണ് ഞങ്ങൾ സ്വീകരണം കൊടുത്തത്. സാറേ, ഈ കേരളത്തിൽ 140 MLA-മാരാണ് ഉള്ളത്. അപ്പോൾ ഈ UDF-ന് ഒരു പിന്തുണ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു സീറ്റെങ്കിലും, അതായത് ഒരു MLA സീറ്റെങ്കിലും CSDS എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷം തന്നില്ല. ഇടതുപക്ഷത്തിന് വേണ്ടി ഈ 9 വർഷവും അധ്വാനിച്ച ഒരു പ്രസ്ഥാനമാണ് CSDS. അവർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല ഒരു ആനുകൂല്യം തന്നുമില്ല. അത് സാറ് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ UDF സീറ്റ് വല്ലതും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? UDF-ന് മുമ്പിലേക്ക് ഞങ്ങൾ ആദ്യം മുന്നോട്ട് വെച്ചത് കൺവെർട്ടഡ് ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒരു MLA കേരളത്തിലുണ്ടാകണം. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരാൾക്കൊരു സീറ്റ് നൽകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഒരു ഡെവലപ്മെൻറ്റ് സൊസൈറ്റി മാത്രമാണ്, ഒരു ജാതി സംഘടനയല്ല, ഒരു ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഞങ്ങൾ. ആ നിലയിൽ സീറ്റ് അനുവദിക്കാനുള്ള ബുദ്ധിമുട്ട് അവർ പറയുകയും പിന്നീട് അത് ചർച്ച ചെയ്യപ്പെടാമെന്ന് ഉള്ള ഒരു ഉറപ്പോടു കൂടിയാണ് ഞങ്ങളതിന് ആ വിഷയം ചർച്ച ചെയ്തു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ആ സീറ്റ് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ ചർച്ച ഉണ്ടാകും, അവസാന റൗണ്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകരായ ആളുകൾ നിരവധി സ്ഥലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ ഭാഗമായി മത്സരിക്കാനുള്ള സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുകയാണ്. സർ, ഈ CSDS-ൽ ഈ ദളിത് ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽ സമൂഹം ഒരുപാടുണ്ട്. അവർ കണക്ക് പറയുന്ന കേരളത്തിൽ ഏതാണ്ട് 25 ലക്ഷത്തോളം പെന്തക്കോസ്റ്റുകാരുണ്ട്. അതിൽ 2 വിഭാഗം, അതായത് ഒന്ന് സിറിയൻ ക്രിസ്ത്യൻസും ഉണ്ട്, ഒന്ന് ദളിത് ക്രിസ്ത്യൻസും ഉണ്ട്. അപ്പോൾ ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിന്
രാഷ്ട്രീയ പ്രാധാന്യം വേണം, MLA-മാർ വേണം, MP-മാർ വേണം എന്നുള്ള രീതിയിൽ യുണൈറ്റഡ് പെൻഡക്കോസ്റ്റൽ കൗൺസിൽ എന്ന ഒരു സംഘടന ശ്രീ ബാബു പറയത്തുകാട്ടിലിൻ്റെ നേതൃത്വത്തിൽ പല ഡിമാൻഡ്സുകൾ മുമ്പോട്ട് വച്ചിരിക്കുകയാണ്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, 54 മണ്ഡലങ്ങളിൽ പെൻഡക്കോസ്റ്റൽ സമൂഹത്തിന് സ്വാധീനമുണ്ട്. അതുമാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 14 മണ്ഡലങ്ങളുണ്ട്. പിരമിഡിലൊക്കെ ഏതാണ്ട് 22,000-ഓളം പെൻഡക്കോസ്റ്റൽ വോട്ടുകളുണ്ട്. അപ്പോൾ ഈ CSDS-ൽ ഒരുപാട് ദളിത് സമൂഹം ഈ പെൻഡക്കോസ്റ്റലുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഈ പെൻഡക്കോസ്റ്റൽ സമൂഹത്തിനൊരു സീറ്റ് എന്തുകൊണ്ടാണ് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് ഒരു പ്രാതിനിധ്യം ഈ ഭരണമേഖലകളിലോ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടോ അല്ലെങ്കിൽ ബോർഡ് മെമ്പേഴ്സായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സർക്കാരിൻ്റെ ഒരു പോസ്റ്റിൽ എന്തുകൊണ്ടാണ് ഈ പെൻഡക്കോസ്റ്റൽ സമൂഹത്തെ പരിഗണിക്കാത്തത്? ഞാനത് ചോദിക്കാനുള്ള കാരണം CSDS-ൽ ഒരുപാട് ദളിത് സമൂഹം പെൻഡക്കോസ്റ്റുകാരുണ്ട്. അതുകൊണ്ടാണ് ആ സമൂഹത്തിൻ്റെ ഒരു മുന്നേറ്റത്തെ എന്തുകൊണ്ടാണ് നോക്കിക്കാണാത്തത്? കേരളത്തിലെ ഒരു വലിയ മൂവ്മെൻ്റാണ്. ഒരു 14 ജില്ലകളിലും ശക്തമായി ഉള്ള ഒരു വിശ്വാസ സമൂഹമാണ് പെന്തക്കോസ്റ്റൽ വിഭാഗം. വ്യത്യസ്തമായ സഭകളിലാണെങ്കിൽ കൂടി ആത്മീയ രംഗത്തവരുടെ ആശയങ്ങളൊന്നാണ്. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ അവർ ആത്മീയമായ ഒരു ഒത്തുചേരൽ മാത്രമാണ് അവർക്കിടയിലുള്ളത്. അതേസമയം ഈ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ ശക്തമായി സ്വാധീനമുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. പക്ഷേ അവർക്ക് സ്വന്തമായി ഒരു ബാർഗെയിൻ ചെയ്യാനുള്ള ശേഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ വ്യത്യസ്തമായ സഭകളിൽ നിൽക്കുമ്പോൾ വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതിയിലുള്ള സഭാവിശ്വാസികളും പാസ്റ്റർമാരും അച്ഛന്മാരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. തിരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ അവരുടെ ആശയങ്ങൾ ഒന്നിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അല്ലെങ്കിൽ മുമ്പ് അവരെ പറയണമായിരുന്നു നമുക്കിടയിൽ രാഷ്ട്രീയമില്ല. അങ്ങനെ ഒരു പഠനമില്ലാത്തത് കൊണ്ട് ഒരു പക്ഷെങ്കിൽ പെന്തക്കോസ്ത് സമുദായം ഒന്ന് നിരൂപിച്ചാൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നൊക്കെ പല പ്രസ്താവനകളും ഞാൻ കണ്ടു. അങ്ങനെ മത്സരിച്ചാൽ പോലും അവർക്കൊരു വലിയ സ്വാധീനം ഒരിടത്തും ഉണ്ടാക്കാൻ കഴിയത്തില്ല. കാരണം ആത്മീയ രംഗത്ത് മാത്രമാണ് പെന്തക്കോസ്ത് സഭകളുടെ പ്രാധാന്യമുള്ളത്. ഇപ്പം ചില പൊതുവിഷയങ്ങളിലൊക്കെ പെന്തക്കോസ്ത് സഭകൾ ഇടപെടുന്നുണ്ട്. ചില സുവിശേഷകർ സാമൂഹ്യ നെറികേടുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നുമുണ്ട് എന്നുള്ളതും വിസ്മരിക്കാൻ കഴിയില്ല. പക്ഷേ പെന്തക്കോസ്ത് സമുദായം ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നതിനോട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എങ്കിൽ കൂടി അത്തരമൊരു ആശയഗതിയിലൂടെയല്ല പെന്തക്കോസ്ത് സമുദായം വരുന്നത്. ആത്മീയത്തിൻ്റെ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് പെന്തക്കോസ്ത് സമുദായം. അവർക്ക് രാഷ്ട്രീയപരമായൊരു തീരുമാനമെടുത്താൽ അത് വിജയിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. അങ്ങനെ വരുന്നതിൽ അങ്ങനെ അവർ മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും നമുക്ക് മടിയില്ല. സാർ, ഈ പ്രധാനമായിട്ട് ഈ പെന്തക്കോസ്റ്റൽ സമൂഹം ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം ഈ സുവിശേഷകർക്കെതിരെ വലിയ ആക്രമണങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല, ഈ മൈനോറിറ്റി വിഭാഗത്തിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും മറ്റ് ഹിന്ദുക്കൾ ഒഴികെ ബാക്കി എല്ലാവരും വരുന്നുണ്ടല്ലോ. മുസ്ലിംസ് അവർക്ക് അവകാശപ്പെട്ട എല്ലാ സീറ്റുകളും അവർ ചോദിച്ചു വാങ്ങിക്കും, അവർ പോസ്റ്റുകളും എല്ലാം ചോദിച്ചു വാങ്ങിക്കും. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ജയിച്ച് പാർലമെൻറ്റിൽ പോയ പല ആളുകളും ക്രൈസ്തവ സമൂഹത്തിന് നേരെ വരുന്ന വെല്ലുവിളികളെ കാണുന്നില്ല. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സുവിശേഷകർ ഒരുപാട് ആക്രമിക്കപ്പെടുന്നു, ജയിലുകളിലാകുന്നു. നമ്മുടെ ഈ MP-മാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ BJP-യുടെ ഒരു MP ഒഴികെ ബാക്കി നോക്കിയാൽ 19 MP-മാരുണ്ട്. ഇവരാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു പ്രതികരണത്തിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്റ്റൽ സമൂഹം നമുക്ക് സ്വന്തമായി MP വേണം, MLA വേണം, മന്ത്രിമാർ വേണം എന്നിപ്പോൾ ചിന്തിക്കാനായിട്ടുള്ളൊരു കാരണം. അപ്പോൾ ഈ ഒരു ആശയത്തെ എങ്ങനെയാണ് സാറ് നോക്കിക്കാണുന്നത്? അവർക്ക് MP MLA-മാർ വേണ്ടേ? അവരും ഈ ഔദ്യോഗിക പദവികൾ എത്തണ്ടേ? നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണവർഗത്തോടൊപ്പം പെന്തക്കോസ്റ്റൽ സമൂഹവും ചേർന്ന് നിൽക്കണ്ടേ? എന്നാലല്ലേ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ അവകാശങ്ങൾ, ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെ നേടിയെടുക്കാനായിട്ട് സാധ്യമാകും. അല്ല, പെന്തക്കോസ്റ്റൽ സമൂഹം ആ നിലയിൽ മുന്നിട്ട് വരുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ നല്ല കാര്യങ്ങളാണ്. അവർ ജനാധിപത്യ പ്രക്രിയയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്.
ക്രൈസ്തവ മിഷണറിമാരുടെ വരവാണ് രാജ്യത്തും കേരളത്തിലും ഞാൻ പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിലെ അടിസ്ഥാന ജനതയ്ക്ക് വലിയ പുരോഗതി ഉണ്ടാക്കി തന്നത്. അത് സ്മരിക്കാൻ കഴിയില്ല. ആ വരവോടുകൂടിയാണ് വലിയ മാറ്റങ്ങൾ പള്ളിയിൽ പോകാനും പള്ളിക്കൂടത്തിൽ പോകാനും ഒക്കെ ഉള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് മിഷണറിമാരുടെ വരവോടുകൂടി ഈ സമൂഹത്തിൽ ലഭിച്ചു എന്നുള്ള ഒരു വലിയ ആകാംക്ഷയും പ്രതീക്ഷയും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് പെന്തക്കോസ്തൽ സമൂഹത്തിൽ തന്നെ വിവേചനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി അറിയാൻ കഴിഞ്ഞ പല കാര്യങ്ങളും. അത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. സഭകളിൽ വിവേചനമുണ്ട്. ഇപ്പോൾ ഭൂരിപക്ഷം വരുന്ന കത്തോലിക്ക സമുദായത്തിലെ 1,20,000 ആളുകൾ അവരുടെ മെമ്പർഷിപ്പ്. ആ മെമ്പർഷിപ്പിൽ 90% ദളിത് കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ സഭയിൽ ദളിതർക്ക് പ്രാധാന്യം ലഭിക്കുന്നില്ല. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നിരവധിയായ പ്രശ്നങ്ങൾ ഈ സമുദായങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ അതിൽ തന്നെ ചില പ്രശ്നങ്ങൾ നിഴലിക്കുവാനും അത് പിന്നീടുള്ള ആത്മീയ രംഗത്തെ ബാധിക്കുവാനും ഒക്കെ ഉള്ളൊരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അതേസമയം പെന്തക്കോസ്ത് സമുദായങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തേക്കും പൊതുരംഗത്തേക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ പലരും അങ്ങനെ ജയിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഇപ്പോൾ ഇവിടെ മല്ലപ്പള്ളിയിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പെന്തക്കോസ്ത് വിശ്വാസിയാണ്, അത് പഞ്ചായത്ത് പ്രസിഡൻ്റായി. അപ്പം അങ്ങനെ പല ആളുകളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ വരുന്നത് നല്ല കാര്യമാണ്. ആത്മീയ രംഗത്തോടൊപ്പം തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ അവർ പങ്കാളികളാകുന്നത് ഏറ്റവും അഭികാമ്യമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അവർ ആ നിലയിൽ മുന്നോട്ട് വരട്ടെ എന്നുള്ള പ്രതീക്ഷയും. അങ്ങനെ അവർ ആ ഒരു രാഷ്ട്രീയപരമായ മുന്നേറ്റത്തിലേക്ക് വന്നാൽ CSDS അവരെ പിന്തുണയ്ക്കുമോ? എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് കഴിയുന്നത്? അല്ലിപ്പോൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട സുവിശേഷകരെ ക്രൂരമായി വേട്ടയാടുന്ന നിരവധി വാർത്തകൾ പുറത്തു വരിക. കന്യാസ്ത്രീകളെയും വേട്ടയാടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ, വടക്കേന്ത്യ മാത്രമേ ഇത് പറഞ്ഞാൽ ഒക്കത്തില്ല, കേരളത്തിലും ഈ സമീപകാലത്ത് പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട പാസ്റ്റർമാർ സുവിശേഷകരെ തെരുവിൽ ആക്രമിക്കുന്ന നിരവധിയായ സംഭവങ്ങളുണ്ട്. ഈ അടുത്ത കാലത്താണ് വയനാട്ടിലൊരു സുവിശേഷകനെ സുവിശേഷ പ്രചരണം നടത്തിയതിൻ്റെ പേര് നാട്ടുകാരെല്ലാം കൂടി തല്ലി ഓടിക്കുക. ഇതിവിടെ നടക്കത്തില്ലെന്നാണ് പറയുന്നത്. അത് UP-യിലല്ല, കേരളത്തിലാണ്. കോട്ടയം ജില്ലയിൽ തന്നെ പുതുപ്പള്ളി എന്ന സ്ഥലത്ത്, കൈതേപ്പാലം എന്ന സ്ഥലത്ത് 2-3 സുവിശേഷകർ അവരുടെ വാഹനത്തിൽ അവർ വഴിസൈഡിൽ നിന്ന് മാന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക സുവിശേഷം. അവരെന്താ പറയുന്നത്? മദ്യപിക്കരുത്, നല്ല ജീവിതം നയിക്കണം, വലിയ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകണം എന്ന് പറയുന്ന ആളുകളെ മനപരിവർത്തനമാണ് യഥാർത്ഥത്തിൽ സുവിശേഷകർ നടത്തുന്നത് എന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. അവർ മതപരിവർത്തനമല്ല, മനപരിവർത്തനം നടത്തുകയാണ്. ജാതിക്കും മതത്തിനും അതീതമായി ആളുകളെ മനപരിവർത്തനം നടത്തുന്ന സുവിശേഷകരെ ഈ കൈതേപ്പാലത്ത് ആക്രമിച്ചു. ആദ്യം അതിനെതിരെ പ്രതികരിച്ച സംഘടന CSDS ആണ്. ശക്തമായി ഞങ്ങൾ കേരളത്തിലും രാജ്യത്തെമ്പാടും സുവിശേഷകർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെ ഞങ്ങൾ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വടക്കേന്ത്യയിൽ നിരവധിയായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ MP-മാരും MLA-മാരും ഒക്കെ ഞെട്ടുക മാത്രമാണ് ചെയ്യുന്നത്. അതിലേക്ക് ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് ഈ സുവിശേഷകരോടുള്ള ഒരു അനീതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അവരുടെയും കൂടെ പിന്തുണയോടുകൂടി ജയിച്ച MLA-മാരും MP-മാരും തീർച്ചയായിട്ടും സുവിശേഷകർക്ക് വേണ്ട പരിഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അവരൊരു മൂവ്മെൻറ്റുമായി മുന്നോട്ട് വന്നാൽ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം അവരുമായി സഹകരിക്കേണ്ട സ്ഥലത്ത് തീർച്ചയായിട്ടും CSDS-ൻ്റെ സഹകരണവും പിന്തുണയും ഉണ്ടാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാർ, ഈ കേരളത്തിലെ രാഷ്ട്രീയം എടുത്തു നോക്കുമ്പോൾ 9 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദളിത് സമൂഹത്തെ പരിഗണിക്കുന്നില്ല. ഇനി UDF പരിഗണിക്കുമെന്നൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ, അത് പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. അതായത് ഈ UDF എന്ന ഈ സംഘടനയിൽ പ്രധാനമായിട്ടും മുസ്ലിംസിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ പൊതുവെ ഈ UDF അധികാരത്തിൽ വന്നാൽ ഭരിക്കുന്നത് മുസ്ലിം സമൂഹമായിരിക്കും, മുസ്ലിം ലീഗ് ആയിരിക്കും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതായത് ഇപ്പോൾ തന്നെ അവർ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നു, 7 മന്ത്രിമാരെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ UDF-ൻ്റെ ഭരണം വരുന്നതോടുകൂടി ഈ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം
ഈ യു ഡി എഫിൽ ഉണ്ടാകുകയും അവരായിരിക്കും ഭരിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു പൊതുവെ ഒരു വിലയിരുത്തലാണ്. അപ്പോൾ എന്ത് പ്രതീക്ഷയാണ് ഈ യു ഡി എഫിൽ ദളിത് സമൂഹം മുമ്പോട്ട് വയ്ക്കുന്നത്? അപ്പോൾ തന്നെ മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടി ദളിത് സമൂഹത്തെ സ്വീകരിക്കാൻ അവർ തയ്യാറായി മുമ്പോട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ BJPയോട് ചേർന്ന് നിന്നാൽ ഒരുപക്ഷെ ഒരു സീറ്റിന് പകരം 10 സീറ്റ് ചിലപ്പോൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു MP സ്ഥാനത്തിന് പകരം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഒരു പക്ഷേ ദളിത് സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാർ വരെ ആകാനുള്ള സാധ്യത മുമ്പിൽ തെളിഞ്ഞ് നിൽപ്പുണ്ട്. കാരണം ഈ അടുത്ത നാളുകളിൽ 2020 പോലെയുള്ള പാർട്ടികളും മറ്റ് പാർട്ടികളും, അതുമാത്രമല്ല ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു മുസ്ലിം നേതാവ് ഡൽഹി പോയി നരേന്ദ്രമോദിയെ നേരിട്ട് കാണുകയൊക്കെ ചെയ്തു. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ദളിത് സമൂഹത്തെ നേരെ കണ്ണടയ്ക്കുമ്പോൾ മറ്റൊരു ഓപ്ഷൻ BJP ഒരു ഓപ്ഷൻ സാറിൻ്റെ മുമ്പിൽ ഇല്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? അതെന്തുകൊണ്ട് ആ ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? കേരളത്തിൽ ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സമുദായം വലിയ ഭരണത്തിൽ അമിതമായ പങ്ക് വഹിക്കും എന്ന് ഉള്ള ഒരു ആശങ്ക പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് CPMലെ നേതാക്കന്മാരാണ്. ഇപ്പോൾ AK ബാലൻ പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയോട് സഖ്യമുണ്ടാക്കിയ പാർട്ടി ആ CPM. അതുപോലെ കേരളത്തിൻ്റെ ഭരണഘടന തൊട്ട് പ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്, നോക്കൂ, മലപ്പുറത്ത് മുഴുവൻ മുസ്ലിങ്ങളാണ് ജനപ്രതിനിധികൾ, കോഴിക്കോട്ടും മുസ്ലിങ്ങളാണ് ജനപ്രതിനിധികൾ. ഇത് ഒരു ടാർഗറ്റായ അജണ്ടയാണ് CPMൻ്റെ. അത് മറ്റ് സമുദായങ്ങൾക്കും ടാർഗറ്റാണത്. മുസ്ലിം ലീഗ് കേരളത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ സ്വാതന്ത്ര്യ സമര രംഗത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ജാതി മത ചിന്തകൾക്കതീതമായി ഒരുപാട് നന്മകൾ ചെയ്ത ഒരു വലിയ സമൂഹമാണ്. ഇപ്പോഴത്തെ ദളിത് സമുദായവുമായിട്ട് മുസ്ലിം വിഭാഗത്തിന് വലിയ അഭേദ്യമായൊരു ബന്ധമുണ്ട്. കേരളത്തിൻ്റെ പല സാഹചര്യങ്ങളിലേക്കൊന്നും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതിലേക്ക് കടക്കുന്നില്ല. മുസ്ലിം സമുദായമായിട്ട് വലിയ ബന്ധമുണ്ട്. മുസ്ലിം സമുദായം നമ്മളൊന്ന് പരിശോധിക്കൂ. കേരളത്തിൽ ദളിതരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ഒരു സമുദായമായിട്ട് കാണാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. അതേസമയം ഇവിടെ വിപ്ലവം പ്രസംഗിക്കുന്ന പാർട്ടിയിലുള്ള ചില സമുദായങ്ങളാണ് ദളിതരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്. മുസ്ലിം സമുദായം ഞങ്ങളെ ഉപദ്രവിക്കുന്നില്ല, ഞങ്ങളെ സഹായിക്കുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പം മുസ്ലിം സമുദായത്തിലെ മന്ത്രിമാർ കൂടുതൽ വരുന്നതുകൊണ്ട് അപകടകരമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അവരുടെ ഭരണത്തിന് കീഴിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടി MLA-മാരാക്കി ജയിപ്പിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ അത് കേരളത്തിൻ്റെ അകത്തൊരു അന്തർചിത്രം ഉണ്ടാക്കാനും വർഗീയത ധ്രുവീകരണം ഉണ്ടാക്കാനും വേണ്ടി നടത്തുന്ന ഒരു നീക്കമാണ്. അതിനപ്പുറത്തേക്ക് മുസ്ലിം വിഭാഗം വരുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കൂടുതൽ പ്രാധാന്യം അവർക്ക് കിട്ടുന്നു എന്നുള്ളൊരു ആശങ്ക പൊതുവെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് വരിക. ഞങ്ങൾ പറയുന്നത് ഈ ഗവൺമെൻറ് കൊണ്ട് നേട്ടം ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ പ്രബലമായ 2-3 സമുദായങ്ങൾക്ക് മാത്രമാണ്, ബാക്കി ആർക്കും ഇല്ല. അത് പ്രധാനമായിട്ടും നായർ സമൂഹങ്ങൾക്കാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 21 മന്ത്രിമാരിൽ 10 പേർ ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകൾ. അപ്പം ഇത് തന്നെയല്ലേ മുസ്ലിം ലീഗ് വന്നാൽ ഇതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം മുസ്ലിം വിഭാഗത്തെ കൊണ്ട് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കോ മറ്റു പൊതുസമൂഹത്തിനോ വലിയ ഉപദ്രവം ഉണ്ടാകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. മറ്റൊന്ന് UDF ആണ്. UDFലും വലിയ പ്രാധാന്യം ദളിത് സമൂഹങ്ങൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവരുടെ ഈ അടുത്ത കാലത്ത് കർണാടകയൊക്കെ ഒരു അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ കർണാടകത്തിലെ മന്ത്രിമാരിൽ 4 പേര് പട്ടികജാതിക്കാരാണ്. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഖാർഗെയൊക്കെ വന്നപ്പോൾ കർണാടകത്തിലുണ്ടായ മാറ്റമാണ് അവിടുത്തെ BJP ഗവൺമെൻറ് അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസ് വരാനുള്ള സാധ്യത. അപ്പോൾ UDF ദളിത് സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ മുൻപന്തിയിലൊന്നുമല്ല, പുറകിൽ തന്നെയാണ്.
അവർ ഈ സമുദായത്തെ കൂടി ചേർത്ത് പിടിച്ചാൽ കർണാടകത്തിലെ സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടാകും. അതിനിടയിലാണ് കോൺഗ്രസ് എന്നും വലിയ പ്രതീക്ഷകളൊന്നും ഈ സമുദായത്തിന് ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും എത്രമാത്രം അത് പ്രാബല്യമാവുമെന്ന് ഒക്കെയുള്ള ആശങ്കകൾ കിടപ്പുണ്ട്. പക്ഷേ UDF കുറച്ചുകൂടെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഈ നേതൃനിര കുറച്ചും കൂടി ഈ സമുദായത്തെ അംഗീകരിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ചർച്ച ചെയ്യാനും തയ്യാറായിട്ടുണ്ട്. മൂന്നാമതായി കേരളത്തിലും ഉള്ള പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഞങ്ങൾ അതിൻ്റെ നേതാക്കന്മാരൊക്കെ വളരെ ഇടപഴകുന്ന ആളുകളാണ്. പക്ഷേ എന്താണ് BJPയുടെ അജണ്ട എന്നുള്ളതാണ് ഞങ്ങളെ ആശങ്കപ്പെടുന്നത്. ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് വരുന്ന RSS ബാക്ക്ഗ്രൗണ്ടുള്ള സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന മനുവാദി രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് രാജ്യത്തുണ്ടാകാൻ പാടില്ല എന്ന് മഹാനായ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. എന്നതുകൊണ്ട് തന്നെ BJP അധികാരത്തിൽ വരുന്നതും ഭരിക്കുന്നതും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദളിത് വിഭാഗങ്ങൾ ഇപ്പോൾ BJPയുമായി കൂടുതൽ അടുക്കുന്നുമുണ്ട്. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് BJPയുടെ മന്ത്രിസഭയിലൊക്കെ പട്ടികജാതിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വ അജണ്ടയാണ്. ആ ഹിന്ദുത്വ അജണ്ട രാജ്യത്ത് നടപ്പിലാക്കി ഒരു രാമരാജ്യത്ത് സൃഷ്ടിക്കുന്നതിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ എതിർപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് BJPയുമായിട്ട് ചർച്ചയ്ക്ക് ഞങ്ങൾ നിർബന്ധിതമാകാതിരിക്കുന്നതും അത്തരം ഒരു സംഘപരിവാർ RSS അജണ്ട രാജ്യത്ത് വരുന്നതിനെ തടയിടണമെന്ന് ഉള്ള ആഗ്രഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് CSTS. അതുകൊണ്ടാണ് BJP ആയിട്ട് ഞങ്ങൾ കേരളത്തിൽ സഖ്യ സാധ്യതകളിലേക്ക് പോകാത്തത്. അവർ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. LDF ഇതിനിടയിൽ LDF ഞങ്ങളുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു ദളിത് സംഘടനയിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ ഈ കാലഘട്ടത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുക എന്ന് പറയുന്നത് തന്നെ നിസ്സാരമായ കാര്യമില്ല. ഇവിടെ കേരളത്തിലുള്ള പല രാഷ്ട്രീയ പാർട്ടികൾ, ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്കിപ്പോൾ MLA മന്ത്രിയൊക്കെ ഉണ്ട്. അവരെക്കാളൊക്കെ വലിയ ഒരു സംഘടനയാണ് CSTS. കേരള കോൺഗ്രസ് കേരളത്തിലെ വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്നൊക്കെയാണ് വലിയ ചർച്ച നടക്കുന്നത്. ഇപ്പോൾ അവർക്ക് നിരവധി MLAമാരുണ്ട്. ഒന്നുമല്ലെന്നുള്ളതാണ് ഞങ്ങളുടെ വിചാരം. ഒരുപക്ഷെ കേരള കോൺഗ്രസ് ഞങ്ങൾ നടത്തുന്ന ഒരു ജനസമൂഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂറ്റൻ റാലി നടത്താൻ കേരള കോൺഗ്രസിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കേരള കോൺഗ്രസിന് കഴിയത്തില്ല. അതിലും വലിയ സംഘശക്തിയും ജനകീയ പിന്തുണയുമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പോലെ തന്നെ സാമൂഹ്യ നെറുകേടുകളെ തുറന്നു കാണിച്ചുകൊണ്ട് കേരളത്തിലെ ഭരണകർത്താക്കൾക്കെതിരെ പ്രതിരോധങ്ങൾ തീർക്കേണ്ട സമയങ്ങളിൽ അനീതികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ അതിശക്തമായി ഇടപെടുന്ന CSTS ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളേക്കാളും വലിയ സംഘടന തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ BJPയുമായുള്ള ഞങ്ങളുടെ സഖ്യം സാധ്യത വളരെ അകലത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ BJPക്ക് ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ശരിയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കൂടി LDF അധികാരത്തിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് BJP RSS ആണെന്നാണ് എനിക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അതിന് ചില തെളിവുകളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. കാരണം BJP ആഗ്രഹിക്കുന്ന ഇപ്രാവശ്യം കൂടി ഇടതുപക്ഷം വന്നാൽ മാത്രമേ UDFനെ ഉള്ള ആളുകളെ പിളർത്തി BJPയിലേക്ക് ആളുകൾ വരികയും വരുന്ന തിരഞ്ഞെടുപ്പിൽ 26-ന് ശേഷം നടക്കുന്ന 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ BJP പ്രധാന കക്ഷിയായി വരികയും കേരളത്തിൻ്റെ ഭരണം കൂടി BJP പിടിക്കാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉൾഭയം കൂടി കേരളത്തിൽ എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് BJPയെ കേരളത്തിലേക്ക് ഭരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുകൂടി വിലയിരുത്തുന്നു. അതിൽ BJPയും CPMഉം ചില രഹസ്യ അജണ്ടകൾ ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തെടുത്തില്ല എങ്കിൽ, അവർ അജണ്ടയുണ്ട്, അത് പുറത്തെടുത്ത് അവരൊരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാത്ത പക്ഷം കേരളത്തിൻ്റെ 26-ലെ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ഉറപ്പാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാറേ, ഈ അടുത്ത നാളുകളിൽ ഈ ചില ദളിത് കുടുംബങ്ങൾക്ക് എതിരെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഒരു വഴിയുടെ പ്രശ്നമുണ്ടായി, മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടായി. ഞാനത് ഈ വാർത്തയിലൂടെ കണ്ടതാണ്.
അതിൽ ഏത് നിലപാടുകളാണ് സ്വീകരിച്ചത്? പോലീസിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ ഭരണരംഗത്തുനിന്നും എന്തെങ്കിലും അനുകൂലമായ സാഹചര്യങ്ങൾ വല്ലതും ലഭിച്ചോ? അതിന് CSDS എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? കേരളത്തിലെ നിരവധി വിഷയങ്ങളിൽ ഞങ്ങൾ ഇടപെട്ടു. കലാഭവൻ മണിയുടെ അനുജൻ്റെ കേസ് ഉൾപ്പെടെ പോലീസ് അതിനകത്ത് ഉരുണ്ട് കളിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ആക്ഷേപിച്ചതിനെതിരെയുള്ള നിലപാടിൽ പോലീസ് ഉരുണ്ട് കളിച്ചു. കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ദളിത് കേസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വേട്ടയാടപ്പെടുമ്പോൾ പോലീസ് സംയമനം പാലിക്കുകയും അവരെ കള്ളക്കേസിൽ കൊടുക്കുക പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് 1-2 സംഭവങ്ങൾ എനിക്കറിയാം. ഇവിടെ കോതമംഗലം എന്ന സ്ഥലത്ത് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ഓൺലൈൻ വഴി പരിചയപ്പെടുകയാണ്. ആ പരിചയപ്പെട്ടതിന് ശേഷം ആ പെൺകുട്ടിയെ നിർബന്ധിതമായി യാത്രക്കിടയിൽ വഴിയിൽ വിളിച്ചിറക്കി ആ കുട്ടിയെ അപമാനിച്ചു. അത് പിന്നീട് ഒരു സൗഹൃദ ബന്ധമായി. കാരണം പിന്നീട് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ബലപ്രയോഗത്തിലൂടെ അവളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. പിന്നീട് സൗഹൃദമായി. ആ സൗഹൃദം മുന്നോട്ട് പോയതിനിടയ്ക്ക് കുട്ടിയെ വിവാഹം കഴിച്ചോളാം എന്നൊരു ആശയത്തിൽ അവരുടെ ബന്ധങ്ങൾ തുടരുകയാണ്. പിന്നീട് ആ കുട്ടി ഈ ചെറുപ്പക്കാരനെ അന്വേഷിക്കുമ്പോൾ അവൻ ഈ കുട്ടിയുമായി ബന്ധപ്പെടാനോ ഫോൺ വിളിക്കാനോ പോലും തയ്യാറാകാതെ വന്ന സാഹചര്യത്തിൽ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ ആ വീട്ടുകാരെ കുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. എന്താ കാരണം? കുട്ടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. അതുകൊണ്ട് ഈ കുട്ടി വീട്ടിൽ കെട്ടാൻ പറ്റുകയില്ല. ചെറുക്കൻ്റെ ആളുകൾ വലിയ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ്. ഈ കേരളത്തിലുള്ള സംഭവമാണ്. അതിനെതിരെ കേസ് കൊടുത്തിട്ട് പോലീസ് വേണ്ട നിലയിലുള്ള അന്വേഷണം നടത്താതെ ഇപ്പോഴും പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതാണ് നമ്മുടെ കേരളത്തിലെ പോലീസ്. കേരളത്തിലെ പോലീസ് ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കുന്നതിൽ യാതൊന്നും ചെയ്യുന്നില്ല എന്ന് നിരവധിയായ ഉദാഹരണങ്ങൾ. MG യൂണിവേഴ്സിറ്റിയിലെ ദീപാ പി മോഹൻ്റെ വിഷയത്തിൽ പോലീസ് നടത്തിയ നിഷ്ക്രിയത്വമാണ് ഒരു അധ്യാപകനെ കോടതി വെറുതെ വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. ഇവിടെ തന്നെ ഈ അടുത്ത കാലത്തൊരു വഴി, ഒരു ദളിത് കുടുംബത്തിൻ്റെ വഴി അടച്ചു വെച്ചിരിക്കുക. വഴി അടച്ച് ഗേറ്റ് ഇട്ട് പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് പറയുന്നത് അതിലെ വഴി മണ്ണുണ്ടായിരുന്നു, ഇപ്പോൾ വഴിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യാനെന്നാണ് ചോദിക്കുന്നത്. പോലീസിന് നീതി ലഭിക്കുന്നില്ല. പോലീസ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയായ ഭരണകർത്താക്കളുടെ കൽപ്പന പ്രകാരമാണ് അവർ മുന്നോട്ട് പോകുന്നത്. യാതൊരു നീതിയും അവർക്ക് ലഭിക്കുന്നില്ല. ആ സന്ദർഭങ്ങളിലാണ് CSTS ചില ഇടപെടലിലും പ്രതിഷേധങ്ങൾ നടന്നു. ഈ അടുത്ത കാലത്ത് റാന്നി എന്ന സ്ഥലത്ത് ചെറുപ്പക്കാരൻ കടുത്തുരുത്തി പണിക്ക് പോയതാണ്. പണിക്ക് പോയ ചെറുപ്പക്കാരൻ പിന്നീട് കാണുന്നത് ഒരു കൈത്തോട്ടിൽ മുങ്ങി മരിച്ച് കിടക്കുന്ന, മീൻ കടിച്ചു കൊന്നെന്നാണ് പറയുന്നത്. വീട്ടുകാർക്ക് ബലമായ സംശയമുണ്ട്. പോലീസ് കേസ് കൊടുത്തു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. MLAയുടെ സാന്നിധ്യത്തിൽ, റാന്നി MLAയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് പോലും ഒരന്വേഷണവുമില്ല. അന്വേഷണ ഏജൻസി പറയുന്നത് ആത്മഹത്യ എന്നാണ് പറയുന്നത്. ആരോടത് ചോദിക്കുന്നത്? അങ്ങനെ കേരളത്തിൽ എനിക്ക് പറയാനാണെങ്കിൽ നിരവധിയായ ഈ വിഭാഗങ്ങൾക്കെതിരെയുള്ള വിഷയങ്ങളിൽ പോലീസിൻ്റെ സമീപനം വളരെ മോശമാണ്. ക്രൂരമായി വേട്ടയാടപ്പെടുകയാണ് ദളിത് വിഭാഗങ്ങൾ. പോലീസിൻ്റെ ഭാഗത്തു നിന്നും നിരവധിയായ പീഡനങ്ങളാണ് ദളിത് വിഭാഗം അനുഭവിക്കുന്നത്. അതിനെതിരെയുള്ള ശക്തമായ നിലപാടുകൾ CSTS അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സംഘടനയാണ്. ഞങ്ങൾ അഭിപ്രായങ്ങൾ തുറന്നു. കാരണം ഞങ്ങൾ പിന്തുടരുന്നത് ഡോക്ടർ BR അംബേദ്കർ, മഹാത്മാ അയ്യങ്കാളിയും പൊയ്യൽ ശ്രീകുമാര ഗുരുദേവൻ, പാമ്പാടി ജോൺ ജോസഫ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ രംഗത്ത്, നവോത്ഥാന രംഗത്ത്, ആത്മീയ രംഗത്തൊക്കെ നേതൃത്വം കൊടുക്കുന്ന പല മഹത് വ്യക്തികളുടെയും വചനങ്ങളാണ് ഞങ്ങൾ പിന്തുടരുന്നത്. അതുകൊണ്ട് അവരുടെ ആശയങ്ങളെ അധിഷ്ഠിതമായ ഒരു മൂവ്മെൻറ്റ് ആത്യന്തികമായി CSTS ലക്ഷ്യം വെക്കുന്നത് ഈ സംഘടനാ സംവിധാനം മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളിത്തം ലഭിക്കുന്ന നിലയിലേക്ക് വരും കാലങ്ങളിൽ CSTS ഒരു സമ്മർദ്ദ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറും എന്നുള്ള ഒരു കാര്യം കൂടി ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വരും കാലങ്ങളിൽ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ആളും അർത്ഥവുമുള്ള, ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിയുണ്ട്,
100 പേര് പോലും വിളിച്ചാൽ കൂടാനില്ലാത്ത ആളുകളൊക്കെ നിരവധിയായ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഈ അടുത്ത ദിവസം 3-4 രാഷ്ട്രീയ പാർട്ടി പുതുതായിട്ട് വന്നു. പക്ഷെ ഇവരുടെ കൂടെയൊന്നും ആളില്ല. ഞാൻ ഇവരോടൊക്കെ ചോദിക്കുന്നത് 10,000 ആളുകളെ ഒന്നിച്ചിറക്കി ഒരു പരിപാടി നടത്താൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? CSTS ഇന്നും അതിനുള്ള ആത്മവിശ്വാസവും തൻ്റെ ഇടവും ജനകീയ പിന്തുണയുമുള്ള കേരളത്തിലെ പ്രസ്ഥാനമാണ് CSTS. പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയുകയും അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ശരി തുറന്ന അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിക്കുന്ന CSTS ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് 2026 തിരഞ്ഞെടുപ്പ് വരുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞങ്ങൾ പറയട്ടെ, ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഞങ്ങൾ UDF ചേരുന്നതല്ല, അല്ലെ കോൺഗ്രസിനോട് ചേരുന്നതല്ല ഞങ്ങളുടെ അജണ്ട. അത് മുന്നത്തെ കാര്യമാണ്. ഇപ്പം ഞങ്ങളുടെ അജണ്ട ഈ 9 വർഷത്തെ ദളിത് വിരുദ്ധ ഭരണത്തെ കേരളത്തിൻ്റെ മണ്ണിൽ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. അത് കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ ഞങ്ങൾ കൃത്യമായും ആ കാര്യത്തിൽ നിലപാടെടുക്കുകയും ആ നിലപാടെടുക്കുമ്പോൾ അതിന് ഗുണഫലം ഒരുപക്ഷെ UDF ലഭിക്കും. എന്തായാലും കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആ വിലയിരുത്തപ്പെടുന്ന ഭരണമാറ്റം ഉണ്ടാകാതിരിക്കാൻ കാരണമെന്ന് പറയുന്നത് ഞാൻ കാണുന്നത് BJP CPM ഡീല് മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഉറപ്പായും ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. സാറിപ്പോൾ ഇതിൻ്റെ അത് അവസാനം പറഞ്ഞു വയ്ക്കുന്നത് CPIM, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് പിണറായി വിജയൻ സഖാവ് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലൊരു രഹസ്യ അജണ്ട ഉണ്ട് എന്നാണ് തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത്. അതിന് വ്യക്തമായ ചില തെളിവുകളുണ്ട് എന്നാണ് സാറ് പറയുന്നത്. അപ്പോൾ UDF ഈ പ്രാവശ്യം അധികാരത്തിൽ വരുത്താതിരിക്കാൻ വേണ്ടി BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സംയുക്തമായ ഒരു വലിയ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് CSDS ചെയർമാൻ മുമ്പോട്ട് വയ്ക്കുന്നതായിട്ടുള്ള ചിന്താഗതി. എന്നാൽ എന്തു വില കൊടുത്തും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ 9 വർഷത്തെ ഭരണത്തെ ഇനി തുടരാൻ അനുവദിക്കുകയില്ല. മറിച്ച് ഓപ്ഷൻ വരുന്നത് UDF തന്നെയാണ്. സാറ് പറഞ്ഞ് വെക്കുന്നത് UDF തന്നെ അധികാരത്തിൽ കൊണ്ടുവരും, BJP അധികാരത്തിൽ വരില്ല, പിന്നെയുള്ള UDF ആണ്. UDF അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് പരിശ്രമവും നടത്തും, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമം നടത്തും എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഈ 9 വർഷവും 9.5 വർഷവും ദളിത് സമൂഹത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറഞ്ഞു വയ്ക്കുന്നത്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പല കാര്യങ്ങളുണ്ട്. അതിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ആവശ്യപ്പെട്ടാൽ എന്താണ് ഈ ഗവൺമെൻറ്റിൽ നിന്നും അനീതി ഈ സമൂഹത്തിൽ ലഭിച്ചതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരുടെ മുമ്പിൽ വന്ന് സംവാദം നടത്താനോ അവർക്ക് വേണ്ട തെളിവുകൾ സഹിതം കൊടുക്കാനോ ഞാൻ തയ്യാറാണ്. ഓക്കെ സാറേ, ഇത്ര സമയം ഈ വിഷയത്തെ സംസാരിച്ചതിന് വളരെയധികം നന്ദി. നീ എന്തെങ്കിലും വിട്ടുപോയ പ്രത്യേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു ഭരണമാറ്റം കേരളത്തിന് അനിവാര്യമാണ്. സാമൂഹ്യനീതി നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. CSTS കേരളത്തിലെ 26 തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമായി മാറും എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമാകും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗോസ്പൽ TV UP ഇത്തരമൊരു പ്രചരണ പരിപാടികളിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു മാധ്യമമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മുമ്പും എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. പല കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അത് പങ്കുവെക്കുകയും ചെയ്യുന്നതിൽ TV പങ്ക് നിർണായകമാണ്. പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു.